ഹലോ നമസ്കാരം. ഞാനാണ്. ഇന്ന് ഞാൻ വന്നതേ ഒരു ചിലപ്പോൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയാണ്. എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ കൂടംകുളം ആണവ പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ കുറേ രേഖകൾ ബ്ലൂ പ്രിൻ്റ് അടക്കം ലീക്കായി. അപ്പോൾ അത് റിലയൻസ് ഗ്രൂപ്പിൻ്റെ സെർവറിൽ നിന്നാണ് ആ സാധനം ലീക്കായിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ആണവ നിലയത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും എന്നുള്ളത് അടുത്ത കാര്യം. എന്നാലും നമ്മുടെ ഇത് പറഞ്ഞപ്പോൾ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി. എന്നിരുന്നാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ഈ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ അതിൻ്റെ കാര്യങ്ങളും ചെയ്യേണ്ടതായിരുന്നു. അതൊക്കെ ഇല്ലാതെ അത് ഹാക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടം വരെ ഒരു ഹാക്കേഴ്സ് കടന്നെത്തി എന്ന് ചിന്തിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഈ ആണവ നിലയത്തിൻ്റെ ഓരോ ഇതും കമ്പ്യൂട്ടർ വഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതുവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും എന്ന് ചിന്തിക്കാൻ പറ്റുമോ? അതിൻ്റെ രേഖകൾ 19,000-ലധികം രേഖകൾ ഇരിക്കുന്നത് ഈ ഡാർക്ക് വെബിൽ സെയിലിനായിട്ട് ഇരിക്കണു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതാണ്ട് കുരങ്ങൻ്റെ കയ്യിലത്തെ പൂമാല എന്ന് പറഞ്ഞ രീതിയിൽ രാജ്യം മാറി. ഇതിലേറ്റവും രസം, പ്രതിപക്ഷ പാർട്ടികൾ വരെ ഇതിനെ പറ്റിയിട്ടൊന്നും പറയണില്ല, മിണ്ടണില്ല, ഒരക്ഷരമില്ല, വായനക്കില്ല. ഇപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ടാണോ ഒക്കെ തമ്പുരാൻ്റെ കയ്യിലെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊന്ന് അറിയിക്കാം എന്ന് കരുതിയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.